വെൽക്കം ടു മലേഷ്യൻ ഡയറീസ് പാർട്ട് 2. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞതും നമ്മുടെ മീൽ ക്രൂ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ സെർവ് ചെയ്യാൻ തുടങ്ങി. ഐശ്വര്യമായിട്ടൊരു ആപ്പിൾ ജ്യൂസിൽ തുടങ്ങി. സോൾട്ടഡ് പീനട്സ്, പിന്നെ ചിക്ക് പീസ് അഥവാ കടല വേവിച്ചത്, ക്യാരറ്റ് ഹൽവ, പിന്നെ ഒരു ഹാഫ് വീറ്റ് പൊറോട്ട ആൻഡ് ഒരു ചിക്കൻ ബിരിയാണി. ഇത്രയും മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. വിശന്നിട്ടൊന്നുമല്ല, ഒരു രസം. വെതർ മോശമായതുകൊണ്ട് ടീ കോഫി ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ആൽക്കഹോൾ ഉണ്ടായിരുന്നു. ജ്യൂസസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഒരു വിധത്തിലാണ് ഞാൻ നേരം വിളിപ്പിച്ചത്. അവരൊക്കെ നല്ല അടിപൊളി ഉറക്കമായിരുന്നു കേട്ടോ. ആ കോംപ്ലിമെന്റ് എനിക്ക് നന്നായി സുഖിച്ചു. ഇന്നത്തേക്കുള്ളതായി. നമ്മൾ ക്വാലലംപൂർ എയർപോർട്ടിലായിരുന്നു ലാൻഡ് ചെയ്തത്. എമിഗ്രേഷൻ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു, കാരണം നല്ല ലോങ് ക്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് ബാഗേജ് ഒക്കെ കളക്ട് ചെയ്ത് കുറച്ച് നട്ടം തിരിഞ്ഞതിന് ശേഷം നമ്മൾ അസൈൻ ചെയ്ത ക്യാബിൻ്റെ അടുത്തെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മതി പല്ല് തേപ്പും കുളിയും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു തമിഴ് ഹോട്ടലിൽ കയറി നല്ല അടിപൊളി മസാല ദോശയും ഗീ റോസ്റ്റും ഒക്കെ കഴിച്ചു. പക്ഷെ ഞാൻ വെറുതെ വിടുവോ? കോക്കനട്ട് സൂസു അഥവാ കോക്കനട്ട് മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തു. അത് ഫ്ലോപ്പായി. നമ്മൾ എടുത്തിരുന്നത് ഒരു ഫുള്ളി ഫേർണിഷ്ഡ് 3 ബെഡ്റൂം ഫ്ലാറ്റ് ആയിരുന്നു. ചെറിയൊരു കച്ചറ കൂടിയിട്ടാണെങ്കിലും മാസ്റ്റർ ബെഡ്റൂം ഞാൻ അങ്ങ് കീഴടക്കി. ഷിബിനും ഷാനും ഇണക്കുരുവികളായതുകൊണ്ട് അവർക്ക് ഒരു മുറി മതിയെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ വിശാലമായ കിച്ചൺ കം ഡൈനിങ് കം ലോഞ്ച്. ഈ കാണുന്നതാണ് ഷിബിൻ്റെയും ഷാനുവിൻ്റെയും ബെഡ്റൂം. ഇതാണ് ഞാൻ കൈയടക്കിയ എൻ്റെ സ്വന്തം മാസ്റ്റർ ബെഡ്റൂം. ഈ ഫ്ലാറ്റിൻ്റെ എവിടെ എന്ത് നടന്നാലും ഈ റൂമിൽ ഇരുന്നാൽ എനിക്ക് അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ ഞങ്ങൾ കച്ചറ കൂടിയത് അത് ഈ ബാത്ത് ടബിന് വേണ്ടിയായിരുന്നു. തോൽവി സമ്മതിച്ച നമ്മുടെ ഡയറക്ടർ ഈ റൂമിലേക്ക് ചേക്കേറി. ഇതാണ് ഈ 3 പേരുടെയും കോമൺ ബാത്റൂം. ആൻഡ് ദി വ്യൂ പറയാതെ വയ്യ. അവരൊക്കെ ഫ്രഷായി പുറത്തുപോയി. എനിക്ക് 2 ദിവസത്തെ ഉറക്കം പെൻഡിങ് ആയിരുന്നു. അത് ഉറങ്ങി തീർത്ത് ഉച്ചയ്ക്കൊരു നൂഡിൽസും കഴിച്ചു ഞാൻ റെസ്റ്റ് എടുത്തു. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ക്വാലലംപൂർ സിറ്റിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ദ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ഇൻ മലേഷ്യ. ഇവിടുത്തെ ഒരു കോമൺ ഫ്രൂട്ടാണ് ഡൂറിയൻ. നമ്മുടെ ചക്കപ്പഴം ചീഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് അവസ്ഥ. അത് കഴിക്കുന്ന ഒരു റിസ്ക് ആയതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. ഇവിടെ ഒരു ലെയിൻ മുഴുവൻ പബ്ബുകളായിരുന്നു, നമ്മുടെ ബാംഗ്ലൂർ കോർമംഗലൊക്കെ പോലെ. ആൻഡ് ടൈഗർ ആണ് ഇവിടുത്തെ കോമൺ ബിയർ. ഈ കാണുന്ന ആജാനു ബാഹു ടവർ ബിയർ ഓർഡർ ചെയ്തു. ഞാനൊരു റാസ്ബെറി ജ്യൂസും പിന്നെ കഴിക്കാനായിട്ട് ഫ്രഞ്ച് ഫ്രൈസും മസാല പീനട്സും ഒപ്പം ഉള്ളി ബജിയും ഓർഡർ ചെയ്തു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിലായി. കാരണം നാളെ ഏർലി മോർണിംഗ് നമുക്ക് ഷൂട്ടുണ്ട്. പാതിരാത്രി 12 മണിക്കും ഇവിടുത്തെ ഒരു ക്രൗഡ് കണ്ടോ. പിന്നെ ഷാനുവിന് അഡ്വഞ്ചർ വിട്ടൊരു കളിയില്ല. വഴിയിലൊരു പാമ്പിനെ കണ്ടു, എടുത്തോളത്തിട്ടു. ഞാൻ അതിനെ വെറുതെ ഒന്ന് തലോടി കൊടുത്തു. തൊട്ടടുത്തുള്ള 7-Eleven കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും ചോക്ലേറ്റ്സും വാങ്ങിച്ചു. അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോസൊക്കെ ഒന്ന് ചാർട്ട് ചെയ്തു. അങ്ങനെ ആ ഡേ ഞങ്ങൾ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.